ക്രിസ്തുവിൽ പ്രിയരെ, ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 41 മുതൽ 51 വരെയുള്ള ജീവൻ്റെ അപ്പം എന്ന യേശുവിൻ്റെ പ്രബോധനമാണ്. യേശു സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവൻ്റെ അപ്പമാണ്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കും. ഇത് കേട്ട് യഹൂദർ യേശുവിനെതിരെ പിറുപിറുക്കുന്നു. യേശുവിൻ്റെ മാതാപിതാക്കളെയും കുടുംബത്തെയും അവർക്കറിയാം. പിന്നെ എങ്ങനെ യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നോ എന്ന് പറയുവാൻ കഴിയും? ഇന്നത്തെ തിരുവചനത്തിൽ ചർച്ചാ വിഷയം വിശ്വാസവും അവിശ്വാസവുമാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇസ്രയേൽക്കാരുടെ പിറുപിറുപ്പ് അവിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലും യഹൂദരുടെ പിറുപിറുപ്പ് അവിശ്വാസത്തിൻ്റെ ലക്ഷണമാണ്, പ്രതിഫലനമാണ്. വിശ്വാസം ദൈവദാനമാണ്. എന്നാൽ ദൈവം മനുഷ്യരുടെ പ്രത്യുത്തരം പ്രതീക്ഷിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവരെ പിതാവ് ഒരിക്കലും തള്ളിക്കളയുകയില്ല. അവർക്ക് നിത്യജീവൻ ലഭിക്കും. യേശുവിൽ വിശ്വസിക്കുവാനും യേശുവിനെ സ്വീകരിക്കുവാനും 3 കാര്യങ്ങൾ അനിവാര്യമാണ്. ഒന്ന്, പിതാവിനാൽ ആകർഷിക്കപ്പെടണം. രണ്ടാമതായി, പിതാവിൽ നിന്ന് പഠിക്കണം. മൂന്നാമതായി, വിശ്വസിക്കണം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6:44 പറഞ്ഞിരിക്കുന്നു, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ സാധിക്കുകയില്ല. അവരെയെല്ലാം ഞാൻ ഉയർപ്പിക്കും. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും. ദൈവത്താൽ പഠിപ്പിക്കപ്പെടുക എന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വചനം കേട്ട് അതിനോട് ഭാവാത്മകമായി പ്രതികരിക്കുക എന്നതാണ്. ബാഹ്യമായ വചനശ്രവണമല്ല, മറിച്ച് ആന്തരികമായ ശ്രവണമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31:33 പറഞ്ഞിരിക്കുന്നു, എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കും. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരെല്ലാം യേശുവിൽ വിശ്വസിക്കും. അവിടുത്തെ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനെ ശ്രവിക്കുന്നതിലൂടെ പിതാവിനെ ശ്രവിക്കുവാൻ അവർക്ക് സാധിക്കും. യേശുവിൻ്റെ വചനം സ്വീകരിക്കുന്നവരാണ് വിശ്വാസത്തിലേക്ക് വരുന്നത്. യേശുവിൻ്റെ വചനം ശ്രവിക്കണമെങ്കിൽ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവരാകണം. വചനശ്രവണത്തിൻ്റെ പ്രാധാന്യവും ദൈവത്തിൻ്റെ കൃപയിലുള്ള ആശ്രയത്വവുമാണ് സുവിശേഷകൻ ഇവിടെ വ്യക്തമാക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:46 പറഞ്ഞിരിക്കുന്നു, പിതാവിനെ ആർക്കും കാണാൻ സാധിക്കുകയില്ല. ദൈവത്തിൽ നിന്ന് വന്ന പുത്രൻ മാത്രമാണ് പിതാവിനെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനാൽ പുത്രനെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിലൂടെ ദൈവിക വെളിപാട് പൂർണ്ണമായി ഗ്രഹിക്കുവാൻ കഴിയും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:47 പറഞ്ഞിരിക്കുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. വിശ്വാസം ഒരേ സമയം ദൈവത്തിൻ്റെ ദാനവും ദൈവത്തിൻ്റെ കൃപയും അതിനോടുള്ള നമ്മുടെ ഭാവാത്മകമായ പ്രത്യുത്തരവുമാണ്. വിശ്വാസം ഒരേ സമയം ദാനവും ഉത്തരവാദിത്വവുമാണ്. പിതാവിനാൽ ആകർഷിക്കപ്പെടുകയും പഠിപ്പിക്കപ്പെടുകയും വഴിയാണ് വിശ്വാസത്തിൽ നാം ജീവിക്കുകയും വളരുകയും ചെയ്യുന്നത്. വിശ്വാസത്തിലേക്ക് വരുന്നവർക്ക് നിത്യജീവൻ ലഭിക്കും. തുടർന്നുള്ള വചനങ്ങളിൽ യേശു അരുൾ ചെയ്യുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാണ് എന്ന്. കാരണം യേശു പിതാവിനാൽ അയക്കപ്പെട്ടവനാണ്. അതിനാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ് യേശു. യേശുവിൻ്റെ സ്വർഗീയ അസ്തിത്വം മനുഷ്യവതാരത്തെ സൂചിപ്പിക്കുന്നു. യേശുവാകുന്ന ജീവൻ്റെ അപ്പം ഭക്ഷിച്ചാൽ നിത്യജീവൻ ലഭിക്കൂ. മാത്രവുമല്ല, ഈ ജീവൻ്റെ അപ്പം യേശുവിൻ്റെ ശരീരമാണ്. ജീവൻ്റെ അപ്പമായ യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുക എന്നാൽ യേശുവുമായി ആഴമായ ആത്മീയ ബന്ധം പുലർത്തുക, യേശുവിനെ ഉൾത്തടത്തിൽ സ്വീകരിക്കുക എന്നൊക്കെ അർത്ഥമാക്കുന്നു. യേശുവിൻ്റെ വ്യക്തിത്വവും ജീവിത ദർശനവും വിശ്വാസിയുടെ ആന്തരികതയുടെ ഭാഗമായി മാറുമ്പോഴാണ് ജീവൻ്റെ അപ്പമായ യേശുവിനെ യഥാർത്ഥത്തിൽ ഭക്ഷിക്കുന്നവരായി മാറുക. വിശുദ്ധ കുർബാനയിലൂടെ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് മറ്റൊരു ക്രിസ്തുവായി പരിവർത്തനപ്പെടണം. അതിനാൽ ഭക്ഷിക്കൽ എന്ന പ്രയോഗം ആധ്യാത്മികമായ ഉൾക്കൊള്ളലാണ്. യേശുവിനെ ആത്മീയമായി ഉൾക്കൊള്ളുന്നവർക്ക് ആത്മീയ തലത്തിൽ ഒരിക്കലും അവർ മരിക്കുകയില്ല. ദൈവസന്നിധിയിൽ അവർ നിത്യം ജീവിക്കും. തുടർന്ന് ഇന്നത്തെ വചനത്തിൽ യേശു പറഞ്ഞിരിക്കുന്നു, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഒരിക്കലും
ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഈ വചനത്തിൽ 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. യേശു സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുക എന്നത് യേശുവിൻ്റെ മനുഷ്യാവതാരത്തെ സൂചിപ്പിക്കുന്നു. രണ്ടാമതായി, യേശുവിൻ്റെ ശരീരമാകുന്ന അപ്പം ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിക്കും. യേശുവിനെ ആധ്യാത്മികമായി ഉൾക്കൊള്ളുകയും യേശുവിൻ്റെ വചനം സ്വാംശീകരിക്കുകയും ചെയ്യുന്നവർ എന്നേക്കും ജീവിക്കും. യേശുവിനെ ഉൾക്കൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം നയിക്കുന്നവരാണ് നിത്യജീവൻ പ്രാപിക്കുക. മൂന്നാമതായി, ലോകത്തിൻ്റെ ജീവന് വേണ്ടി യേശു നൽകുന്ന അപ്പം തൻ്റെ ശരീരമാണ്. ഇത് യേശുവിൻ്റെ രക്ഷാകര മരണത്തെ സൂചിപ്പിക്കുന്നു. യേശു മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ തൻ്റെ ശരീരവും ഹോമബലിയായി അർപ്പിച്ചു. യേശുവിൻ്റെ കുരിശു മരണമാണ് ലോകത്തിന് മുഴുവനും ജീവൻ പ്രദാനം ചെയ്തത്. അവിടുന്ന് തന്നെ കുരിശിൽ സമർപ്പിച്ചത് വിശ്വാസികൾക്ക് നിത്യജീവൻ നൽകാനാണ്. വീണ്ടും വിശുദ്ധ കുർബാനയിലൂടെ യേശു തൻ്റെ ശരീരവും രക്തവും ഭക്ഷണപാനീയമായി നമുക്ക് നൽകുന്നു. കുരിശിൽ ബലിയർപ്പിക്കപ്പെടുകയും ആത്മാവിൽ നിറഞ്ഞ് ഉത്ഥാനം ചെയ്യുകയും ചെയ്ത യേശുവിൻ്റെ ശരീരം വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ആത്മീയ ഭോജനമായി നൽകപ്പെടുന്നു. ഇതിലൂടെ നാം നിത്യജീവന് അർഹരായിത്തീരുന്നു. യേശുവിൻ്റെ ശരീരമാണ്, അവിടുത്തെ മാംസമാണ് വിശുദ്ധ കുർബാന. അത് ഭക്ഷിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കും. ഇന്നത്തെ തിരുവചനം ഉൾക്കൊണ്ട് വിശുദ്ധ കുർബാന കേന്ദ്രീകൃത ജീവിതം നയിക്കുവാനും വിശ്വാസത്തിൽ ആഴപ്പെടാനും നിത്യജീവൻ അവകാശികളായി മാറുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.